ഹലോ മൈ ഹബീബീസ്, സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ +2 ഡേ 2 വ്ളോഗാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉടുപ്പന്മാരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് 2-3 ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നേരെ താഴോട്ട് ഇറങ്ങി. നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ പയ്യന്മാരൊക്കെ നേരത്തെ ഒന്ന് താഴെ ഇരിപ്പുണ്ട്. ഒരു ഭാഗത്ത് കുറച്ചുമാർ പെസ്സും കളിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു ഭാഗത്ത് കുറച്ചൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാവിലത്തെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ആഹാരമൊക്കെ കഴിച്ച് നേരെ വെളിയിലിറങ്ങി 2-3 ഫോട്ടോസൊക്കെ എല്ലാവരുമായിട്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ബസ്സിനകത്തോട്ട് കയറി. ആദ്യം തന്നെ നമ്മൾ ഈ കാട്ടുവഴി കൂടി പോകണം. നമ്മൾ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള കുറുവാദ്വീപിലോട്ടാണ്. എൻ്റെ ഇൻട്രോ പറഞ്ഞ ആളാണ് കേട്ടോ ഈ കുമ്പളയിട്ട് കളിക്കുന്നത്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ നേരത്തെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറുവാദ്വീപിലോട്ട് ഇറങ്ങി നടന്നു തുടങ്ങി. ആദ്യം തന്നെ കണ്ടത് മുതുക്ക് മരം പിഴുത് കിടക്കണേ. പിന്നെ ഓരോരുത്തർ ഓരോരോ കടയിലായിട്ടും കയറി ഓരോ സാധനം വാങ്ങാൻ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ ചെന്ന് നിരന്നിട്ട് സർപ്പത്തും കുടിച്ചൊന്ന് ചാർജായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കണ്ട ഒരു പാടത്ത് കയറി മേയാ ഇറങ്ങിയത്. പാടത്ത് 2 റൗണ്ട് കറങ്ങി അടിച്ച് നമ്മൾ തിരിച്ചറിയപ്പോൾ ഒരുത്ത മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കണം. അവനെ പിന്നെ വലിച്ചിറക്കി നമ്മൾ ചങ്ങാടത്തിൽ പുഴ കടന്ന് ദ്വീപിന്റെ അപ്പുറത്തെ വശത്തോട്ട് പോവുകയാണ്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ദ്വീപിന്റെ അപ്പുറത്തെ വശത്തെത്തി. ദ്വീപിന്റെ ഇപ്പുറത്തെ വശം മുഴുവൻ മരങ്ങളാണ് കേട്ടോ. അത് വേറെ ടൈപ്പ് മരങ്ങൾ. നടന്നു വന്നപ്പോഴാണ് കുറേ നേരം ഊഞ്ഞാലാണ്ട്. പിന്നെ ഒരു കമ്പനിക്ക് നമ്മൾ ഒന്ന് ആടി കേട്ടോ. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് നമ്മൾ ഹിഡൻ സ്പോട്ടായുള്ള ഒരു പാറക്കുളത്തിന്റെ അടുത്തോട്ട് നമ്മൾ അങ്ങ് എത്തിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി കാല് നിൽക്കേണ്ടവർക്കൊക്കെ കാലൊക്കെ നിൽക്കാൻ. നമ്മൾ ചെന്നപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു. നമ്മുടെ സ്കൂളിലെ പയ്യന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നല്ല പീസ്ഫുൾ സ്പോട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനാണ്. നല്ലൊരു നൈസ് ഊണും കഴിച്ച് നമ്മൾ വെളിയിലോട്ട് വന്നിരുന്നു. അവിടെ അടുത്ത് തന്നെ ഒരു സിപ്ലൈൻ്റെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെയുള്ള കുറച്ച് പയ്യന്മാർ അതിലും കയറി. പിന്നെ പോയന്മാർ തിരിച്ചു വന്നപ്പോൾ നമ്മൾ എല്ലാവരും പറക്കി കിട്ടി അടുത്ത സ്പോട്ടായിട്ടുള്ള കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. കാരാപ്പുഴ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല ആംബിയൻസും കാര്യമൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് പിള്ളേരും ഒന്ന് വിളിച്ചത്. പിന്നെ നേരെ പോയി ഒരു ചൂട് ചായയും കുടിച്ച് കുറച്ച് പോപ്കോൺ നിന്നിട്ട് നേരെ നമ്മൾ റൈഡിലൊക്കെ കയറാനായിട്ട് റൈഡിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാണുന്ന ഏതിലെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോഴാണ് പറയണം സഭാഷിനെ ഇതൊക്കെ പണ്ടേ നമുക്ക് ചീട്ടിൽ കേസ് കളപ്പില്ലേ. നല്ല വൈബ് സാധനം. ആദ്യത്തെ ഒരു വീഴ്ചയിൽ മാത്രം നമ്മൾ റൂഹ് ഒന്ന് പകുതി പോകും. പിന്നെ സീനില്ല. നമ്മൾ കൂളായിട്ട് ഇറങ്ങിയപ്പോൾ കുറേ വേറൊരു റൈഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. കുറേ അവിടേക്ക് ചുറ്റിക്കിറങ്ങി നടന്നിട്ട് പിന്നെ രാത്രിയായപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ ബസ്സിൽ കയറി രാത്രിയത്തെ ഫുഡ് അടിക്കാനാണ് പോയത്. പിന്നെ ഒരു ഹോട്ടലിൽ ചെന്ന് ഞാൻ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ മൊത്തം അലങ്കരിച്ചിട്ടേക്കും. പിന്നെ അകത്ത് കയറി നമ്മളൊരു മന്തി കഴിച്ചു. ഹോട്ടലിൽ നിന്നപ്പോഴാണ് അതിൻ്റെ സൈഡിൽ ഏതോ സ്കൂളുകാരെ ക്യാമ്പ് ഫയറും DJ ഒക്കെ നടക്കുന്നത്. നമ്മൾ ക്യാമ്പ് ഫയറും DJ നാളെയാണ് കേട്ടോ, പൊളിക്കാം. പിന്നെ നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറി ഡാൻസ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വയനാട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് മുന്നോട്ട് എത്തി. പിന്നെ ഞാൻ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയും തന്നെ. ഇനി പോയി കിടന്ന് ഉറങ്ങണം. കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് ടൈമാരായിട്ട്. അപ്പോൾ ശരി എന്നാ ഗൈസ്, ബൈ.